റാപ്സ് ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൊച്ചി ടു കോട്ടയം പാർട്ട് 2 വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ. അത് മാറിക്കും മാറിക്കും. പാർട്ട് 2 തുടങ്ങുന്നത് ശരിക്കും ഒരു ഓട്ടപ്പാച്ചിലാണ്. നമ്മൾ ചേർത്തല സ്റ്റാൻഡിൽ ചെന്ന് ഇറങ്ങുകയും കുമരകം ബസ് വരുന്നു ഒരുമിച്ചായിരുന്നു. നമ്മൾ പിന്നെ എങ്ങനെയൊക്കെയോ ഓടി കയറി നമ്മൾ ബസ്സിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ രണ്ട് സൈഡിലും വളരെ മനോഹരമായ കാഴ്ച. അതിൽ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു നമ്മുടെ തണ്ണീർമുക്കം ബണ്ടിൻ്റെ കാഴ്ച. അങ്ങനെ നമ്മൾ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ മഴ പെയ്തു. നമുക്കങ്ങനെ വിൻഡോസ് ക്ലോസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തി. അങ്ങനെ ഇനി നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നത്? നേരെ ആ സ്റ്റേജിൽ വീട്ടിലോട്ട്. അപ്പോൾ ആ സ്റ്റേജിൽ ഞങ്ങൾ വിളിച്ചു അപ്പം തന്നെ. അപ്പോൾ ചേച്ചി പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട, നന്ദുക്കുട്ടൻ വരുന്നുണ്ട് നിങ്ങളെ പിക്ക് ചെയ്യാൻ. അങ്ങനെ നടന്നു തുടങ്ങിയപ്പോൾ തന്നെ ദേ നന്ദു വന്നു. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ശരിക്കും മഴയൊക്കെ ആയതുകൊണ്ട് ഒരു നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നല്ല തണുപ്പും ഒരു നല്ല സുഖമുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലേക്കുള്ള വഴിയിൽ നടക്കുകയാണ്. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ പറയാം, നമ്മുടെ ശരിക്കും സ്ഥലം കരുമാടിയാണ്. അപ്പോൾ കരുമാടിയിലൊക്കെ പോലെ ഒരു നല്ലൊരു സ്ഥലമായിരുന്നു അതും. അങ്ങനെ നമ്മൾ വീട്ടിനകത്ത് കയറി നമ്മളങ്ങനെ കല്യാണമൊക്കെ വിളിച്ചു. അങ്ങനെ പിന്നെ കുറേ നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കുറേ നേരം കഴിഞ്ഞ് ഇറങ്ങി. നമുക്കിനി വേറെ 2 സ്ഥലത്തൂടെ പോകാനുണ്ട് കോട്ടയത്ത് തന്നെ. അങ്ങനെ നമ്മൾ ഇറങ്ങി. നമ്മൾ ശരിക്കും പൊക്കോണ്ടിരിക്കുമ്പോൾ റോഡിലൊക്കെ ഭയങ്കര വെള്ളം. ശരിക്കും വെള്ളപ്പൊക്കത്തിൻ്റെ രൂക്ഷം എത്രത്തോളം ആണെന്ന് നമുക്ക് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. ഈ 2018 വെള്ളപ്പൊക്ക സമയത്ത് ഞാൻ ആക്ച്വലി നാട്ടിലില്ലായിരുന്നു, ഞാൻ ദുബായിലായിരുന്നു. ഈ വെള്ളപ്പൊക്കം ഇത്രയും അധികം വെള്ളം പൊങ്ങിയത് ഞാൻ അനുഭവിക്കുന്നതും കാണുന്നതും ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ചെറിയ പേടി എനിക്കുണ്ടായിരുന്നു. കാരണം കര കവിഞ്ഞൊഴുകുകയാണ് പുഴകളൊക്കെ. അപ്പോൾ ഇത് മിന്നച്ചിലാറാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടി. അത് മാത്രമല്ല, വണ്ടി ഇരിക്കുമ്പോൾ നമുക്കൊരു പേടിയാണ്, ഇതിനകത്ത് വെള്ളം കയറുമോ അല്ലെങ്കിൽ ആ മറ്റേ ഓപ്പോസിറ്റ് പോകുന്ന ആൾക്കാർ മറ്റേ വീഴുമോ, എസ്പെഷ്യലി ഈ ബൈക്കിൽ പോകുന്ന ആൾക്കാർ. സത്യം പറയാമല്ലോ, ഞാൻ ഇങ്ങനൊരു സീൻ അനുഭവിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോഴാണ് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ഈ മനോരമക്കാരെ കാണുന്നത്. അങ്ങനെ എന്താ പറയുക, നമ്മുടെ ആ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ഭീതി ഉണ്ടല്ലോ, അത് ശരിക്കും എനിക്ക് ആ ഒരു കുറച്ച് നിമിഷം കൊണ്ട് എനിക്കത് കിട്ടി. ശരിക്കും പ്രണവൻ്റെ ടെൻഷൻ ആയിരുന്നെങ്കിൽ അവൻ ഒരു അഡ്വഞ്ചറസ് മൂഡായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മോനി മാമൻ്റെ വീട്ടിലെത്തി. അപ്പം നമുക്കിത് ഈ ചായ കൊണ്ടുവന്നു. അതിൽ പ്രണവൻ്റെ ഫേവറേറ്റ്സ് ആണ് അച്ചപ്പം. ആദ്യം തന്നെ എടുത്തു. അങ്ങനെ നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ട് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകണം. നമ്മുടെ ഇവിടുന്ന് നമുക്ക് പുഷ്പമായി നമ്മളോട് ജോയിൻ ചെയ്യുന്നുണ്ട്. വെള്ളം കയറി അവിടെ. ആണോ? ആ, ആദ്യം ആശേശ്വര വീട്ടിൽ പോയപ്പോൾ അവിടെ അത്ര വെള്ളമില്ലായിരുന്നു. രണ്ടാമത് മോനുമോനെ വീട്ടിൽ പോയപ്പോൾ അവിടെ മുറ്റത്തൊക്കെ വെള്ളമുണ്ട്, എന്നാൽ മറ്റേ റോഡിൽ വെള്ളമില്ല. എന്നാൽ മൂന്നാമത് വീട്ടിൽ പോയപ്പോഴോ വൈകുന്നേരം മൊത്തം വെള്ളം, വീടിനകത്ത് വെള്ളം കയറാൻ പോകുന്ന അവസ്ഥ. ഓരോ മിനിറ്റ് കഴിയുന്തോറും വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറയാമല്ലോ, നല്ല ഭീകര അന്തരീക്ഷമായിരുന്നു. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഈ വെള്ളം പൊങ്ങുന്ന ഇത് ആദ്യമായിട്ടൊന്നുമില്ല. പക്ഷേ ഞാനിത് ഇത്ര നേരിട്ട് അനുഭവിക്കുന്നത് തീരെ ചെറുപ്പം കഴിഞ്ഞ് ഇപ്പോഴാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ഭീതി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെയും അത് കുറയുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിരിക്കാതെ വേറെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറുക. അങ്ങനെ നമ്മൾ അവിടുന്ന് ഈ വെള്ളമൊക്കെ കണ്ട് ഇറങ്ങി. അടുത്ത് നമുക്ക് വീട്ടിലോട്ട് തിരിച്ചു പോകണം. അപ്പോൾ അതിന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറഞ്ഞ സമയമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം ഈ മഴയത്ത്. അപ്പോൾ നന്ദു വളരെ കെയർഫുള്ളായിട്ട് ഓടിക്കുകയാണ്. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. നമുക്ക് ട്രെയിൻ ഉടനെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ സുരക്ഷിതമായിട്ട് എത്തി. ഇനി നമുക്ക് ടിക്കറ്റ് നോക്കണം, പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ഇല്ല, ടിക്കറ്റൊക്കെ ഞാൻ ഓൾറെഡി എടുത്തായിരുന്നു. ശരി. ശരിയാ. റെയിൽ വൺ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം. എനിക്കൊന്ന് അൺറിസർവ്ഡ് എടുക്കാം, റിസർവ്ഡും എടുക്കാൻ തോന്നുന്നു. പക്ഷെ നമ്മൾ ട്രെയിനിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പ്ലാറ്റ്ഫോമിൽ നിന്നൊരു 100 മീറ്റർ അകലെ നിന്ന് മാത്രമേ നമുക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോമിൽ എത്തി. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഒരു ട്രെയിൻ 5-10 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ഫൈനലി ഞങ്ങൾ കൊച്ചി എത്തി ഗായ്സ്. കൊച്ചി എത്തി.
ട്രെയിനിൽ അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് കുറച്ച് നേരമൊക്കെ നിൽക്കേണ്ടി വന്നു. പിന്നെ അതിനുശേഷം രേഷ്മയ്ക്ക് സീറ്റ് കിട്ടി, രേഷ്മ ഇരുന്നു, പക്ഷെ ഞാൻ നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി. ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിലോട്ട്. എറണാകുളം ടൗണിലാണ് ഇത്, ആക്ച്വലി നോർത്തിലാണിത്. അവിടെ ഞങ്ങൾ ഇറങ്ങി നടന്ന് ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറേ നായ്ക്കളെയൊക്കെ കണ്ട് കുറച്ച് പേടിച്ചു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി, പാചകം തുടങ്ങാൻ പോകുന്നു. പാചകത്തിൻ്റെ വീഡിയോ ബാക്ക് വരുന്നുണ്ട്, അപ്പോൾ കാണാം. ബൈ ബൈ, താങ്ക് യു സോ മച്ച്.